നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ ഏതെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മൂലം നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുത്തയാളാണോ? രണ്ടായാലും പ്രശ്നം തന്നെയാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, തെറ്റിദ്ധാരണ മൂലം തീരുമാനമെടുത്തയാൾ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ഉള്ളിൽ അതിൻ്റെതായ വ്യക്തമായ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തുകയോ ചെയ്യാതെയാണ് അവർ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ തെറ്റിദ്ധാരണ മൂലം നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആള് എന്തിനാണ് അവരെനിക്ക് ഈ ശിക്ഷ തന്നതെന്നോ എന്തിനാണ് അവരെനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നോ അറിയാതെ ഓരോ നിമിഷവും ഇതേക്കുറിച്ച് ആലോചിച്ച് നീറി വിഷമിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അതിദാരുണമായ കാഴ്ച നമ്മൾ കാണേണ്ടി വരും. എന്നാൽ ഈ തെറ്റിദ്ധാരണ മൂലം തീരുമാനമെടുത്ത നിങ്ങൾക്കും ഇതേ അവസ്ഥയാണ്. നിങ്ങൾക്കൊക്കെ ശരിയായ ധാരണയില്ലാതെ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ അറിവുകളും മനസ്സിലിരിക്കെ ചില അസാധാരണമായ ധാരണകൾ മൂലം നിങ്ങൾ ആ ദേഷ്യത്തിന്റെ പുറത്ത് അവർക്കെതിരെ ഒരു തീരുമാനം എടുക്കുന്നു. നിങ്ങൾക്കും അവിടെ നഷ്ടമാണുള്ളത്. തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആൾക്കോ അവര് ഓരോ നിമിഷവും ഒരു തൂക്കുകയറിലേറുന്ന ഒരു കൊലയാളിക്ക് പോലും വളരെ ചെറിയ ഒരു നിമിഷത്തെ വേദന അനുഭവിക്കേണ്ടി വരും. ഞാൻ കുറച്ച് കാണാനല്ല, ഒരു രോഗിക്ക് കരയാനായിട്ട് അയാൾക്ക് രോഗത്തെ ഒരു കാരണമായിട്ട് കാണാമെങ്കിൽ ഈ തെറ്റിദ്ധാരണ മൂലം തീരുമാനമെടുക്കപ്പെട്ടയാൾ അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം അനുഭവിക്കേണ്ടയാള് ഓരോ നിമിഷവും ജീവിതത്തിന്റെ അവസാനം വരെയും താൻ എന്തിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നതെന്നറിയാതെ ഓരോ നിമിഷവും നീറി പുകഞ്ഞ് ഓരോ രാത്രികളിലും ഉറക്കം നഷ്ടപ്പെട്ട് അതിദാരുണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടാവും. ട്രൂത്ത് എന്ന് പറയുന്ന സിനിമയിൽ ഒരു അധ്യാപകൻ എന്തിനാണ് താൻ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് കോടതിയിൽ വളരെ വികാരഭരിതമായ ഒരു രംഗം ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. മാതൃകാ അധ്യാപകനുള്ള അവാർഡ് നേടിയ അദ്ദേഹം താൻ എന്തിനാണ് ശിക്ഷിക്കപ്പെട്ടതെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരു രംഗം അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ തെറ്റിദ്ധാരണ മൂലമുള്ള ആ ഒരു തീരുമാനമെടുക്കലും തെറ്റിദ്ധാരണ മൂലം മറ്റൊരാൾക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയും നമുക്ക് ഒഴിവാക്കാം. കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാതെ, കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കാതെ ജീവിതത്തിൽ ഒരു തീരുമാനങ്ങളും നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. അത് പല ധാരണകൾ മൂലവും തെറ്റായ ധാരണകൾ മൂലവും ഒഴിവാക്കി കളയാതിരിക്കുക. നന്ദി.